ഒരു നിമിഷം, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങളൊരാളോട് ഇമോഷണലി അറ്റാച്ച്ഡ് ആണോ? എന്നാൽ അവർക്ക് നിങ്ങളെക്കുറിച്ച് യാതൊന്നും തന്നെ അറിയില്ല, നിങ്ങളുടെ എക്സിസ്റ്റൻസിനെ കുറിച്ച് പോലും അറിയില്ല. അങ്ങനെയാണെങ്കിൽ കൺഗ്രാറ്റ്സ്, യു ആർ ഇൻ എ പാരാസോഷ്യൽ റിലേഷൻഷിപ്പ്. ഹേ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ജനറേഷന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളൊരു വേർഡിനെ കുറിച്ചാണ്. ഇനി ഗസ്, കാംബ്രിഡ്ജ് ഡിക്ഷണറിയുടെ വേർഡ് ഓഫ് ദ ഇയർ. അതെ, പാരാസോഷ്യൽ. എന്താണ് പാരാസോഷ്യൽ? സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ യു ഫീൽ കണക്റ്റഡ്, പക്ഷേ ദേ ഡോണ്ട്. അതായത് വൺ സൈഡ് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്. അതൊരു സെലിബ്രിറ്റിയോടായിരിക്കാം, ഒരു ഇൻഫ്ലുവൻസറോടായിരിക്കാം, ഒരു ആക്ടറോടായിരിക്കാം, അതുമല്ലെങ്കിൽ ഒരു AI ചാറ്റ് ബോട്ടിനോടായിരിക്കാം. അതുകൊണ്ട് തന്നെ ആയിരിക്കാം കാംബ്രിഡ്ജിൻ്റെ സർവേയിൽ പറയുന്നത് റിയൽ ലൈഫ് മനുഷ്യരെക്കാൾ കൂടുതൽ നമ്മളിപ്പോൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത് സ്ക്രീനിലെ സ്ട്രേഞ്ചേഴ്സിൻ്റെ കൂടെയാണെന്ന്. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? കാര്യം വളരെ സിമ്പിളാണ്. അതായത് നമ്മുടെ ബ്രെയിനിന് പാറ്റേൺസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഇഫ് യു വാച്ച് സമ്മൺ എവറി ഡേ, അപ്പം അവരുടെ വ്ളോഗ്സും റീൽസും സ്റ്റോറീസും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ പതുക്കെ പതുക്കെ ചിന്തിക്കാൻ തുടങ്ങും, ഇയാൾ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്, ഇയാൾ എൻ്റെ ക്ലോസ് സർക്കിളിലുള്ള ഒരാളാണ് എന്നൊക്കെ. ഇതിൻ്റെയൊക്കെ ഡെപ്ത് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി വ്ളോഗിൻ്റെ വീഡിയോൻ്റെ താഴെ പോയിട്ട് നിങ്ങൾ കമൻറ്റ്സ് നോക്കിയാൽ മതി. അതിൽ അവരുടെ ഫാമിലിയെക്കുറിച്ചും അവരുടെ മക്കളെക്കുറിച്ചും അവരുടെ ഡ്രസ്സിനെക്കുറിച്ചൊക്കെ ഒരുപാട് കമൻറ്റുകൾ, വളരെ ഇമോഷണൽ ആയിട്ടുള്ള കമൻറ്റുകളൊക്കെ കാണാം. എന്നാൽ ഈ ആഴ്ച കമൻറ്റുകളൊന്നും തന്നെ സെലിബ്രിറ്റികൾ കാണണമെന്നില്ല. എന്നാൽ നിങ്ങൾ ആരാണെന്നോ നിങ്ങൾ എന്താണെന്നോ ഒന്നും തന്നെ അവർക്കറിയില്ല. എങ്കിലും നിങ്ങളുടെ വിലപ്പെട്ട സമയം നിങ്ങൾ അവർക്ക് വേണ്ടിയും ചെലവഴിക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതാണോ മോശമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാരാസോഷ്യൽ കണക്ഷൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ടാവാം. അതായത് ചില വീഡിയോസിൻ്റെ താഴെയൊക്കെ കമൻറ്റ് കാണാം, ചേച്ചി കാരണം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങി, എനിക്ക് ലൈഫിൽ ഇങ്ങനെയൊക്കെ മാറാൻ പറ്റിയെന്നൊക്കെ. നിങ്ങളെ ചിലപ്പോൾ അത് ഇൻസ്പയർ ചെയ്യിപ്പിക്കുന്നുണ്ടാവാം, നിങ്ങൾക്കൊരു കംഫർട്ടൊക്കെ നൽകുന്നുണ്ടാവാം. എന്നാൽ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു വൺ സൈഡ് ബോണ്ടിൽ നിന്ന് റിയൽ ഇമോഷണൽ സപ്പോർട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുമ്പോഴാണ്. ഒരു എക്സാമ്പിൾ കൂടി പറയാം. അതായത് നിങ്ങളുടെ സെലിബ്രിറ്റി ഇൻഫ്ലുവൻസറുടെ ബ്രേക്കപ്പ് കണ്ടിട്ട് നിങ്ങളും കരഞ്ഞിട്ടുണ്ടാവാം. അവരൊരു കാർ വാങ്ങിച്ചപ്പോൾ നിങ്ങളും സന്തോഷിച്ചിട്ടില്ലേ? ചിലപ്പോൾ അവർ ഓൺലൈനിൽ നിന്ന് ബ്രേക്ക് എടുത്തപ്പോൾ അതും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാവാം. ഇൻഫ്ലുവൻസേഴ്സിനോട് മാത്രമല്ല, ഇന്ന് AI ചാറ്റ് ബോട്ടിനോട് വരെ നമുക്കൊരു ഇമോഷണൽ ബോണ്ടിങ് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അവസാനമായി ഇതെങ്ങനെ ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാം എന്ന് നോക്കാം. അതായത് സ്ക്രീൻ റിലേഷൻഷിപ്പ് ഒരിക്കലും നമ്മളുടെ റിയൽ ലൈഫ് റിലേഷൻഷിപ്പിൻ്റെ മുകളിൽ വരാൻ പാടില്ല. അതായത് നിങ്ങളുടെ റിയൽ ലൈഫിലെ ആളുകളുമായിട്ട് സംസാരിക്കുവാനും അവരുമായിട്ടുള്ള ബന്ധം സ്ട്രോങ് ആക്കുവാനും നിങ്ങൾ എപ്പോഴും കൂടുതൽ സമയം കണ്ടെത്തണം. ചുരുക്കി പറഞ്ഞാൽ സ്ക്രീനിന് പുറത്തും വളരെ മനോഹരമായൊരു ജീവിതമുണ്ട് എന്നത് എന്നും ഓർക്കണം. ഈ ഒരു സിറ്റുവേഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിലും നല്ലൊരു വേർഡ് ഓഫ് ദി ഇയർ നമുക്കിനി കിട്ടാനില്ല. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.